നമസ്കാരം. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എന്നാൽ ചില ഇറാൻ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഹമാസ് തലവൻ കൊല്ലപ്പെട്ടത് മിസൈൽ ആക്രമണത്തിലാണ് എന്നാണ്. അത് മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന മിസൈലാണ് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പലതും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു രാജ്യം എന്നുള്ളത് കൊണ്ട് ഇറാനിയൻ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ട് പിന്നാലെ തന്നെ പ്രധാനപ്പെട്ട ഇസ്രായേൽ നേതാക്കളൊക്കെ തന്നെ ഇസ്മായിൽ ഹനിയെ വധിക്കും എന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു മിസൈൽ ആക്രമണം നടന്നത് എന്നാണ് പൊതുവെ കരുതപ്പെട്ടത്. അതല്ലാതെ വളരെ അങ്ങേറ്റം സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ഹനിയയെ സംബന്ധിച്ച് ഇറാൻ. അവിടെ ഹനിയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതീവ സുരക്ഷ തന്നെയായിരിക്കാം ഹനിയയ്ക്ക് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനുള്ള വീട്ടിൽ വെച്ചാണ് ഹനിയ കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു മിസൈൽ ആക്രമണം തന്നെ ആയിരിക്കാനാണ് സാധ്യത. മാത്രവുമല്ല, ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദെ കൃത്യമായി ഹനിയയുടെ ഓരോ നീക്കങ്ങളും അവർ നിരീക്ഷിച്ചിരിക്കാം. ഹനിയ താമസിക്കുന്നത് ഖത്തറിലാണ്. അവർക്ക് ബന്ധമുള്ള രാജ്യങ്ങൾ സിറിയയും തുർക്കിയും ലെബനനും എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ എങ്ങും വെച്ച് ഇയാളെ വധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നന്നായി അറിയാവുന്ന ഇസ്രായേൽ വളരെ കൃത്യമായി തന്നെ ഇറാനിലെത്തിയ ഹനിയെ വധിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ ഈ ഒരു ആരോപണം ഇസ്രായേൽ സൈന്യം നിഷേധിച്ചിട്ടുണ്ട്. വിദേശ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് മറുപടി പറയുന്നതല്ല തങ്ങളുടെ രീതി എന്നാണ് സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഹനിയയുടെ വധത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് റഷ്യയും തുർക്കിയുമെല്ലാം ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഹനിയയുടെ മരണം രാഷ്ട്രീയ കൊലപാതകം എന്നാണ് റഷ്യയിലെ ഉപവിദേശകാര്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് ഒരു കാരണവശാലും റഷ്യയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് റഷ്യൻ വിദേശകാര്യ ഉപമന്ത്രിയായ മിഖായേൽ ബോദ്നവോവ് വ്യക്തമാക്കി. നേരത്തെയും ഹമാസിന് ഈ രാജ്യങ്ങളുമായൊക്കെ തന്നെ മികച്ച ബന്ധമുണ്ടായിരുന്നു എന്ന് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ റഷ്യയുടെ വിദേശകാര്യ സഹമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. തുർക്കി ആകട്ടെ ഇതിനെ നാണം കെട്ട നടപടി എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇസ്മായിൽ ഹനിയെ വധിച്ച രീതിയോട് തങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുകയില്ല എന്നാണ് തുർക്കി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും തീവ്രവാദം അംഗീകരിക്കാത്ത രാജ്യങ്ങളെ സംബന്ധിച്ച് ഇസ്മായിൽ ഹനിയയുടെ മരണം അവർ ആഘോഷമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിലെ തന്നെ ചില മന്ത്രിമാർ ഹനിയയുടെ വധത്തെ അംഗീകരിക്കുന്നതായി പറഞ്ഞു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഈ വിഷയത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ നെതന്യാഹുവിൻ്റെ പ്രതികരണമാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ഹമാസിനെയും ഹിസ്ബുള്ളയും ഇല്ലാതാക്കുമെന്ന് എപ്പോഴും പ്രഖ്യാപിക്കുന്ന ഒരു നേതാവാണ് നെതന്യാഹു. അതുകൊണ്ട് തന്നെ ഹനിയയുടെ മരണത്തെക്കുറിച്ചുള്ള നെതന്യാഹുവിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് മാധ്യമലോകം.